നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ്, അവർ നിങ്ങളുമായൊരു ഫ്യൂച്ചർ പ്ലാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അവർക്ക് നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ പ്ലാൻ ഉണ്ടോ, അവരാഗ്രഹിക്കുന്നുണ്ടോ എന്നും അവരുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും, ആ ഒരു പേഴ്സൻ്റെ ഫ്യൂച്ചർ എനർജി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഏത് പേഴ്സണ് വേണ്ടിയിട്ടാണോ കാണുന്നത് ആ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് അവരുടെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുള്ള ഒരു റീഡിങ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക, നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ, പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ജസ്റ്റിസ് എനർജിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കർമ്മ റിലേഷനാണ്. ഇപ്പം നിങ്ങൾ കണക്റ്റ് ചെയ്തിരിക്കുന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു ഇമോഷണലി കർമ്മ എനർജി ഉണ്ട്. ഇമോഷണൽ കണക്ഷൻസാണ്, ഒരു ബാലൻസിങ് എനർജി, അല്ലെങ്കിൽ ഇവിടെ ഒരു നീതി. ഒരു പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ലെസൺ പഠിക്കേണ്ട വ്യക്തിയാവാം, അതല്ലെങ്കിൽ ആ പേഴ്സൺ ചില ലെസണുകൾ നിങ്ങളെ അവരെയും കണക്റ്റ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒരു പരീക്ഷണത്തിൻ്റെയും അതുപോലെ തന്നെ ചില നീതിപൂർവമാകുന്ന ചില തിരിച്ചറിവുകളുടെ എല്ലാം ഒരു എനർജിയെ ബേസ് ചെയ്ത് ഇമോഷണലി ഉള്ള ഒരു കർമ്മ റിലേഷനെയാണ് നിങ്ങൾ ഈ ഒരു എനർജിയിലേക്ക് കണക്റ്റ് ചെയ്ത് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു ജസ്റ്റിസ് ആണ് നടപ്പിലാക്കപ്പെടേണ്ടത്. നീതി ലഭിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നീതിക്ക് അർഹതയുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളും ആ ഒരു പേഴ്സണും തമ്മിൽ റിലേഷനിൽ ഒരു സെപ്പറേഷൻ, ഒരു നോ കോണ്ടാക്റ്റ് എനർജിയോ ബ്രേക്കപ്പ് സിറ്റുവേഷൻസോ, അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് പോലെ ഒരു പൂർണ്ണതയില്ലായ്മ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈ റിലേഷനെ കുറിച്ചൊരു സംശയം ഫീൽ ചെയ്യുന്ന, ഒരു അസംതൃപ്തി ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ കർമ്മയുടെ എനർജിയിലാണ്. അതായത് പാവകർമ്മ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻസിലാണ്. അതായത് നിങ്ങൾ കുറച്ച് അനുഭവിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻസാണ്. ഇമോഷണലി നിങ്ങൾ എപ്പോഴും ഡൗൺ എനർജിയിലേക്ക്, ലോസ് ആയിട്ട് നിങ്ങളുടെ എനർജി താണുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ട് നമുക്ക് ഈ സാഹചര്യത്തെ പറയാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ശരിക്കും ഒരു പൊയ്മുഖത്തിൻ്റെ പ്രസൻസ് കാണുന്നുണ്ട് കേട്ടോ. യഥാർത്ഥമാകുന്ന ഒരു ഫേസ് എന്താണ്, യഥാർത്ഥ മുഖം എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലേഷനെ ബേസ് ചെയ്ത് എന്താണ് ഈ റിലേഷൻ്റെ യഥാർത്ഥ രൂപം എന്നുള്ളത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണ ഘട്ടത്തിൽ തന്നെയാണ് കറൻറ്റ്ലി നിങ്ങൾ നിൽക്കുന്നതായിട്ട് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങളെ ഈ ഒരു പേഴ്സൺ ശക്തമായിട്ട് ചീറ്റിംഗ് ചെയ്തിട്ടുണ്ടാവാം കേട്ടോ. ഈ കഴിഞ്ഞ സമയങ്ങളിൽ, മുൻകാലങ്ങളുടെ എനർജിയിലേക്ക്, പാസ്റ്റിലേക്ക് നോക്കുമ്പം നിങ്ങളെ വളരെ സ്ട്രോങ് ആയിട്ട് അവർ ചീറ്റ് ചെയ്തു. അതായത് ശരിക്കും നിങ്ങളെ സ്വപ്നം കാണിച്ചു, നിങ്ങളിലേക്ക് വന്നു ചേർന്നു. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു അവസാനമാണ് ഈ വ്യക്തിയുടെ പ്രസൻസ്. നിങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് സ്വപ്നങ്ങൾക്കും നഷ്ടങ്ങൾക്കും എല്ലാം ഒരു ക്ലാരിറ്റി നൽകുന്ന, നിങ്ങളെ വളരെ ശക്തമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് ഈ വ്യക്തിയെന്ന് നിങ്ങൾ ചിന്തിച്ചെടുത്ത് നിന്നും, നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങളിലേക്ക് വന്നു ചേർന്ന ഒരു ദൈവദൂതനാണ് എന്നുപോലും നിങ്ങൾ ചിന്തിക്കുന്ന തരത്തിൽ ആ വ്യക്തിയിൽ നിങ്ങൾ അഡിക്റ്റഡ് ആയിരുന്നു, വിശ്വസിച്ചിരുന്നു. പക്ഷേ ആ ഒരു വിശ്വാസത്തെ ഈ പേഴ്സൺ ശരിക്കും ചൂഷണം ചെയ്തു, നിങ്ങളെ മിസ്യൂസ് ചെയ്തു എന്ന് തന്നെ പറയാൻ പറ്റും. ശക്തമായിട്ട് നിങ്ങളെ ചീറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ചീറ്റിംഗ് ചെയ്ത് നിങ്ങളിൽ നിന്നും സെപ്പറേറ്റഡ് ആയി പോയൊരു പേഴ്സണാണ്. നിങ്ങളെ ചീറ്റിംഗ് ചെയ്യാൻ ഈ വ്യക്തി പറഞ്ഞത് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഫാമിലി എനർജിയുടെ പ്രസൻസ്, ഫാമിലിയെ ബേസ് ചെയ്തുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളെ ഈ പേഴ്സൺ ചീറ്റിംഗ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. സാമ്പത്തിക പ്രോബ്ലംസ് ഫാമിലിയെ ബേസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവാം. വളരെയധികം ഡിഫിക്കൽറ്റി, അൺഹെൽത്തി ഫീലിങ്സ് ഉള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ടാവാം. കാര്യങ്ങളെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല, ഫാമിലിയെയും നിങ്ങളെയും ബേസ് ചെയ്ത് ആ വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, ആ വ്യക്തി അവിടെ ഒരു നിസ്സഹായതയാണ് എന്നെല്ലാം നിങ്ങളെ പറഞ്ഞു പറ്റിച്ച്, ഫാമിലിയെ കണക്റ്റ് ചെയ്ത്, ഫാമിലിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ഇവിടെ പറയാൻ പറ്റുന്നത് അവരുടെ തെറ്റുകളെ അവർക്ക് മറയ്ക്കാൻ, അല്ലെങ്കിൽ അവർ നിങ്ങളെ ചീറ്റിംഗ് ചെയ്യുന്നത്
അവരാണത് ക്ലിയറായിട്ട് നിങ്ങളോട് ചെയ്യുന്നത് എന്നുള്ള കാര്യം മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അവർ ഫാമിലിയെ മുന്നിലേക്ക് ഇറക്കിയതായിട്ടുള്ളൊരു എനർജിയും കാണുന്നുണ്ട്. ഫാമിലിയുടെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ആ ഒരു പേഴ്സൺ മിസ്യൂസിങ് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ ചതിച്ചിട്ടുണ്ട്, സാമ്പത്തികപരമായിട്ടും നിങ്ങളെ ഒരു പക്ഷേ ചൂസ് ചെയ്തിട്ടുണ്ടാവാം. വളരെയധികം ഒരു അൺഹെൽത്തി സിറ്റുവേഷൻസിലേക്ക്, വല്ലാത്ത ഒരു ധർമ്മസങ്കടത്തിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് നിർത്തിയിരിക്കുന്ന സിറ്റുവേഷൻസും കാണാൻ പറ്റുന്നുണ്ട്. എന്താണെങ്കിലും ഇതൊരു കർമ്മ റിലേഷനാണ്. ഒരു പക്ഷേ നിങ്ങൾക്കും അവർക്കുമെല്ലാം ഇതിൽ നിന്നും പല കാര്യങ്ങളും പഠിക്കേണ്ടി വരുന്ന, മനസ്സിലാക്കേണ്ടി വരുന്ന, ചില പൊയ്മുഖങ്ങളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്ന ഒരു റിലേഷൻ്റെ എനർജി ആയിട്ട് കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഇമോഷണലിയാണ് നിങ്ങളെ ബാധിച്ചിരിക്കുന്നത്. നൈറ്റ് സോഴ്സിൻ്റെ എനർജി വരുന്നുണ്ട്, അവർക്ക് ഗൈഡൻസ് കിട്ടുന്നുണ്ട്. അതായത് നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത് നിങ്ങളിൽ നിന്നും വിട്ടുപോയെങ്കിലും അവർ പോയി ചെന്ന് ചേർന്നത്, അവരെത്തിപ്പെട്ട ഒരിടം എന്ന് പറയുന്നത് ശക്തമാകുന്ന ചതിയിലേക്കാണ്. അവർ ശക്തമാകുന്ന ധർമ്മസങ്കടം, ഒരുപാട് പ്രശ്നങ്ങളെ അവർ നേരിട്ടു. പൂർണ്ണമായിട്ടും അവർ തകർന്നു പോയൊരു സാഹചര്യത്തിൽ നിന്നും ഇപ്പം അവർക്കൊരു തിരിച്ചറിവിലേക്ക് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈഗോയൊക്കെ അവസാനിച്ചു. അതായത് ഞാനെന്ന ഭാവം, അതായത് അവരെന്ന് പറയുന്ന വ്യക്തിക്ക് അവരെ കഴിഞ്ഞ് മറ്റൊന്നുമില്ല, അവർ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നുള്ളൊരു ചിന്തയും അവരുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും വാല്യൂ കൊടുക്കണം. ചുറ്റുമുള്ളവരെന്നുള്ള അവരുടെ ആ ഒരു ഈഗോയും എല്ലാം ഇപ്പോൾ പൂർണ്ണമായിട്ടും തകർന്ന് കാര്യങ്ങളെ വ്യക്തതയോടുകൂടി കാണാനും കമ്മ്യൂണിക്കേഷൻ ക്ലാരിറ്റിയോടുകൂടി ചെയ്യാനുമൊക്കെ അവർ ഇപ്പം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അവർ സ്വയം മനസ്സിലാക്കുന്ന ഒരവസ്ഥയിലേക്കാണ്. ഈ ഒരു സ്വയം മനസ്സിലാക്കൽ മീൻസ് നിങ്ങളിലേക്ക് തിരിച്ചു വരേണ്ടി വരും എന്നുള്ള ഒരു തിരിച്ചറിവിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. ഇൻഡിസിഷൻ എനർജി ഉണ്ട്, സ്തംഭന അവസ്ഥയിലാണ് അവർ കറൻറ്റിലി നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ശരിക്കും വല്ലാത്തൊരു സ്ട്രഗിൾ അനുഭവിക്കുന്നു. അവർക്ക് നിലനിൽക്കാൻ പറ്റാത്തൊരവസ്ഥ, തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ, ഒരു ഇമോഷണൽ ബ്ലോക്കേജും ഉണ്ട്. എന്നാൽ അവരുടെ ഒരു മെറ്റീരിയലിസ്റ്റിക് ആകുന്ന, ഭൗതികമാകുന്ന ജീവിതത്തിലും അവർക്കും വളരെ ശക്തമാകുന്ന ബ്ലോക്കേജുകളുണ്ട്. പൂർണ്ണമായിട്ടും അവർ അങ്ങ് സ്റ്റക്കായിട്ട് നിൽക്കുന്നു. അവർക്ക് ആക്ഷനുകൾ എടുക്കാനോ മുന്നോട്ടേക്ക് പോവാനോ ഫ്യൂച്ചറിലേക്ക് അവർക്ക് സെൽഫായിട്ട് അവരെന്ന് പറയുന്ന വ്യക്തിയെ കണക്റ്റ് ചെയ്ത് അവർക്ക് തീരുമാനമെടുക്കാനോ പറ്റുന്നില്ല. കാരണം അവർക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരേണ്ടി വരും എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ അവർ വരികയും നിങ്ങളോട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുമെന്നുള്ള വ്യക്തത അവർക്ക് വളരെ ക്ലാരിറ്റിയോടുകൂടി ലഭിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ വളരെയധികം ഒരു കംഫർട്ട് സോണിലാണ്, നിങ്ങൾ സേഫാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളെ തകർക്കാൻ പറ്റും, നിങ്ങളിൽ നിന്നും വേണ്ട ചില കാര്യങ്ങൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ അവരുടെ ഉള്ളിൽ നിങ്ങളോട് എന്തോ ഒരു വൈരാഗ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പകവീട്ടലിൻ്റെ ഒരു എനർജി അവരിലുണ്ടായിരുന്നു കേട്ടോ. ഒരു പക്ഷേ നിങ്ങൾക്കിടയിലുണ്ടായ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ആവാം, അതല്ലെങ്കിൽ നിങ്ങളോട് അവർക്ക് തോന്നിയ എന്തോ ഒരു ഈഗോ എനർജിയുടെ ബേസിലാവാം. നിങ്ങൾ അവരെക്കാളും ഒരുപടി മുന്നിലാണോ എന്നുള്ള, അല്ലെങ്കിൽ അവർക്കില്ലാത്ത പലതും നിങ്ങൾക്കുണ്ട് എന്നുള്ള ഒരു അസൂയയുടെ ഫലമായിട്ടാവാം നിങ്ങളോട് അവരുടെ ഉള്ളിൽ ഒരു പകയുണ്ടായിരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതവർ പറയാതെ പറയുന്നുണ്ടായിരുന്നു കാണും. നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കുമ്പോഴും നിങ്ങളോട് അവർക്കൊരു പൂർണ്ണത ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നിങ്ങളോട് ഇപ്പോഴുള്ള ഒരു എനർജിയിലേക്ക് നോക്കുമ്പോഴും അവർക്ക് ഈഗോയുണ്ട് കേട്ടോ. അവരുടെ ആ ഒരു ഈഗോ അല്ലെങ്കിൽ സെൽഫിഷ് മെൻറ്റാലിറ്റി, അവരെന്ന് പറയുന്ന വ്യക്തിക്ക് താഴെ നിങ്ങൾ നിൽക്കണമെന്നുള്ള അവരുടെ ആഗ്രഹത്തിനൊന്നും യാതൊരു കുറവും ഈ എനർജിയിൽ കാണുന്നില്ല. പക്ഷേ എന്നാൽ തന്നെ അവർക്കറിയാം നിങ്ങളോട് ചെയ്തതിൻ്റെ ഫലം നിങ്ങളുടെ മുന്നിൽ തന്നെ വന്നാലാണ് അവസാനിക്കത്തുള്ളൂ എന്നുള്ളത് അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളൊരു കംഫർട്ട് സോണിലാണ്, നിങ്ങൾ വളരെ റിലാക്സ് ആണ്, നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളത് അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ, അകലമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരൊരു വെയിറ്റിംഗ് എനർജിയിലാണ് കേട്ടോ. ഫ്യൂച്ചർ പ്ലാനിങ് ഒക്കെ കണക്ട് ചെയ്ത് അവരൊരു വെയിറ്റിംഗ് എനർജിയിലാണ്. ഒരു ട്രാവലിംഗ് പ്രസൻസിൻ്റെ എനർജി കാണിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളോ അവരോ ഒരു ട്രാവലിംഗ് ചെയ്യുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്കിടയിൽ ഒരു റിയൂണിയൻ പ്രസൻസോ കോണ്ടാക്റ്റ് എനർജിയോ മീറ്റപ്പ് എനർജിയോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. എന്താണെങ്കിലും ഒരു പ്രതീക്ഷയിലാണ് അവർ ചില പ്രതീക്ഷകൾ അല്ലെങ്കിൽ ചില തീരുമാനങ്ങൾ എടുക്കുന്നു പോസിറ്റീവായിട്ട്. അവരടച്ച വാതിൽ അവർ തന്നെ തുറക്കും
നടക്കാമെന്നുള്ള ഒരു ചിന്തയിൽ തന്നെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ തീരുമാനിക്കാനുള്ള കാരണവും നിങ്ങളോട് അവർക്ക് അട്രാക്ഷൻ തോന്നാനുള്ള കാരണവും നമുക്ക് ഈ എനർജിയിൽ കാണുന്നത് നിങ്ങൾ വളരെ സേഫായി, നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്, നിങ്ങൾ എല്ലാ രീതിയിലും ഒരു ഫ്രീഡം എനർജിയിലാണ്, നിങ്ങൾ സമാധാനപരമായിട്ട് ഇപ്പം ജീവിതത്തെ കണ്ട് കടന്നു പോകുന്നു എന്ന് ഉള്ള ഒരു മനസ്സിലാക്കലാണ് അവരെ സംബന്ധിച്ച് അവർക്ക് ഈ ഒരു മാറ്റം തിരിച്ചറിവുണ്ടായിരിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങളെ ഉപേക്ഷിക്കും അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു സെപ്പറേഷൻ അല്ലെങ്കിൽ നിങ്ങളെ അവരുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ട എന്ന് നിങ്ങളോടൊപ്പം ഒരു ലൈഫ് വേണ്ട എന്ന് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു പക്ഷേ കർമ്മയിലായിരുന്നു കാണാം, സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻസ് ആയിരുന്നു കാണാം. ആ ഒരു സ്ട്രഗിൾ ചെയ്യുമ്പോഴും നിങ്ങൾ അവർക്ക് വേണ്ട പരിഗണന കൊടുക്കുകയും അവരുടെ സാന്നിധ്യം നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ടാവാം. അത് അവരെ സംബന്ധിച്ച് ഇറിറ്റേറ്റഡ് ഫീലിങ്സ് ഉണ്ടാക്കുകയും അവർ മറ്റുള്ളവരെ വെച്ചുകൊണ്ട് നിങ്ങളിൽ നിന്നും അകന്നു പോകാൻ, അതായത് ഫാമിലീനെയും മറ്റു ബന്ധങ്ങളെയും കണക്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ അതായത് ഭയത്തെ കാണിച്ചുകൊണ്ട്, അതായത് അവർ അത് പറയും ഇത് പറയും അല്ലെങ്കിൽ മറ്റുള്ളവർ ഫോക്കസ് ചെയ്യുന്നു, അതിനെ ചില സിറ്റുവേഷൻസിനെ കളഞ്ഞ് നിങ്ങളിലേക്ക് മാത്രം വരാൻ സാധിക്കുകയില്ല. ഇങ്ങനെയുള്ള ചില തന്ത്രങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്കിടയിൽ അവർ ശക്തമാകുന്നൊരു ചീറ്റിംഗ് നടത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. എന്താണെങ്കിലും നിങ്ങൾക്ക് തമ്മിലൊരു ഫ്യൂച്ചർ എനർജിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നൈറ്റ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. സ്ട്രോങ് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അതായത് റീയൂണിയൻ ആണ് ആഗ്രഹിക്കുന്നത്, ഒരുമിച്ച് പോകണം, തെറ്റുകളൊക്കെ തിരുത്തണം, അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ചില മിസ്റ്റേക്കുകൾ, അബദ്ധങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ, ചില വെല്ലുവിളികളൊക്കെ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയാവാം, അവരുടെ ചില സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാവാം, അവരുടെ കരിയറിനകത്ത് ശരിക്കും ഒന്ന് ഫോക്കസ് ചെയ്ത് കരിയർ സിറ്റുവേഷൻസൊക്കെ ഒന്ന് ബിൽഡപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാവാം, ഏതെങ്കിലും തേർഡ് പാർട്ടി എനർജികളെയൊക്കെ അവരുടെ ജീവിതത്തിൽ വെല്ലുവിളി പോലെ നിന്നിരുന്നത് അവർക്കൊന്ന് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെ നിന്ന ചില കാര്യങ്ങളെ ക്ലാരിറ്റി വരുത്തി ഒഴിവാക്കുക. ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ അവരുടെ ഉള്ളിൽ ഇങ്ങനെ മിന്നി മറയുന്നുണ്ട്. നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നിങ്ങളോട് എന്തൊക്കെയോ തുറന്നു പറയണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിനുള്ള ഒരു പവർ, ഒരു ധൈര്യം അവർക്ക് വന്നിട്ടില്ല. പിന്നെ സെൽഫിഷ് മെൻറ്റാലിറ്റി ഉള്ള പേഴ്സണാണ് കേട്ടോ. ഈ വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പം സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറയുന്നത് പോലെ ആ വ്യക്തി പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കാൻ, ആ വ്യക്തിക്ക് തട്ടുകേട് വരാതെയും മോശം വരാതെയും അതായത് ഞാൻ കാരണമാണ് അല്ലെങ്കിൽ എൻ്റെ തെറ്റാണെന്ന് ഏറ്റു പറയുക എന്നതിനോട് വളരെ ബുദ്ധിമുട്ടുള്ളൊരു പേഴ്സൺ തന്നെയാണ് ഈ വ്യക്തി. കാര്യങ്ങൾ സത്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ആ വ്യക്തിയെ ബേസ് ചെയ്ത് പറയാം. എൻ്റെ മിസ്റ്റേക്കാണ് എന്നാക്കി തീർക്കാതെ മറ്റ് സിറ്റുവേഷൻസുകളെ കണക്റ്റ് ചെയ്തു പറയുക എന്നുള്ള ഒരു എനർജി ഉള്ള പേഴ്സണായിട്ടാണ് കാണുന്നത്. എന്താണെങ്കിലും ഇതിനകത്ത് അവർ ഫ്യൂച്ചർ പ്ലാനിങ് നിങ്ങളോടൊപ്പം ആഗ്രഹിക്കുന്നുണ്ട്. തെറ്റുകളെ തിരുത്തി വളരെയധികം അണ്ടർസ്റ്റാൻഡോട് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുക. അതുപോലെ തന്നെ നിങ്ങൾക്കിടയിലുള്ള ബ്ലോക്കേജുകളെ, നെഗറ്റീവ് പ്രസൻസുകളെയൊക്കെ ഹീലാക്കുക എന്നതൊക്കെയാണ് ഈ ഒരു ബന്ധത്തിൽ മെയിനായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പാസ്റ്റ് ലൈഫ് കണക്ഷൻസിൻ്റെ എനർജി മുൻകാലങ്ങളിൽ നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു ഈ ഒരു ബന്ധം പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ആണോ, ഈ വ്യക്തിയുമായിട്ട് എന്തോ ഒരു വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് ഈ വ്യക്തി ഇല്ലാതെ പറ്റുന്നില്ല, ഈ വ്യക്തിയുമായിട്ട് ഒരുമിച്ച് പോകുന്നതാണ് ഒരു പോസിറ്റിവിറ്റി, ഒരു ഹാപ്പി മൊമെൻറ്റ്സ് എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിരുന്നത് ഇപ്പോൾ കറൻറ്റിലെ അവരുടെ ഉള്ളിലും ആ ഒരു ചിന്ത കടന്നു വരുന്നുണ്ട്. ഈ ബന്ധത്തിൽ എത്ര ബൗണ്ടറി ഇട്ടാലും ആ പേഴ്സൻ്റെ ഓർമ്മകളിൽ നിന്നോ ആ വ്യക്തിയുമായിട്ടുള്ള എനർജിയിൽ നിന്നോ പുറത്ത് കടക്കാൻ പറ്റില്ല. ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസിൻ്റെ പ്രസൻസ് ഉണ്ടല്ലോ എന്ന ആ ഒരു ചിന്ത നിങ്ങളുടെ വ്യക്തിയെയും ഇപ്പം അലട്ടി തുടങ്ങിയതായിട്ട് കാണുന്നുണ്ട്. ശരിക്കും നിങ്ങൾക്കിടയിൽ സിംഗിൾ എനർജിയിലുള്ളവർക്കൊക്കെ ഒരു ഹാപ്പി ഫാമിലിക്കുള്ള യോഗമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മറ്റു ബന്ധങ്ങളിലാണെങ്കിലും നല്ല ഒരു ബോണ്ടുള്ള ഏറ്റവും പവർഫുള്ളായി വിശ്വസ്തയോടുകൂടി കൊണ്ടുപോകാൻ പറ്റുന്ന ബന്ധം തന്നെയാണ്. നിങ്ങളുടെ വ്യക്തിയിൽ ഉള്ള ചില നെഗറ്റീവ് ആകുന്ന ആ ഒരു ക്യാരക്ടർ എനർജി, ആ ഒരു പേഴ്സണാലിറ്റിയെ മാറ്റി വെച്ചാൽ ശരിക്കും ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും പവർഫുള്ളായിട്ട് ലൈഫ് ലോങ് കമ്മിറ്റഡ് ആയിട്ട് പോകാൻ പറ്റുന്നൊരു റിലേഷൻ തന്നെയാണ് നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു റിലേഷൻ എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം കാര്യങ്ങളെ തുറന്നു പറയാനും കേൾക്കാനും
അതുപോലെ തിരിച്ച് നിങ്ങൾക്കാണേലും നിങ്ങൾ അവർക്കാണേലും നല്ല ഡിസിഷനുകൾ പറയാനും അതുപോലെ ചേർത്ത് പിടിക്കാനും ഒക്കെ സാധിക്കുന്ന റിലേഷൻ തന്നെയാണ് കേട്ടോ. പൂർണ്ണതയുള്ള ഒരു ബന്ധം തന്നെയാണ് നിങ്ങളുടെ സോൾ എനർജിയിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. പക്ഷേ പുറമേയുള്ള ചില കാര്യങ്ങളെ ബേസ് ചെയ്തും ഒരു സാഹചര്യങ്ങളെ ബേസ് ചെയ്തുമൊക്കെയാണ് ചില സംതിങ് റോങ് ഫീലിങ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ആണെന്നും ഈ റിലേഷൻ എത്രത്തോളം അകറ്റി നിർത്തിയാലും അവസാനിപ്പിച്ചാലും വീണ്ടും ഇത് ജീവിതത്തിലേക്ക് വരിക തന്നെ ചെയ്യുമെന്നുള്ളതും ഈ പേഴ്സൺ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. എന്താണേലും നിങ്ങളോട് സ്നേഹമുണ്ട്, നിങ്ങളോട് വല്ലാത്തൊരു അട്രാക്ഷൻ ഉണ്ട്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെയധികം ഒരു പവർഫുൾ ആകുന്ന ഒരു റെസ്പെക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു വിൽ പവർ എനർജി, നിങ്ങളുടെ ആ ഒരു എന്താ പറയുക ഒരു പൂർണ്ണത, അതൊക്കെ അവർ വാല്യൂ കൽപ്പിക്കുന്നുണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് നിൽക്കാനും നേരിടാനുമുള്ള ആ ഒരു പവറിനെയൊക്കെ അവർ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസിലാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം നല്ല മാറ്റം വന്നിരിക്കുന്നു എന്നത് അവർ മനസ്സിലാക്കുന്നുണ്ട്. അല്ലെ നിങ്ങൾ ജീവിതത്തെ മാറ്റി എഴുതും. നിങ്ങൾക്കതിനുള്ള ശക്തി ഉള്ള പേഴ്സണാണ്. നിങ്ങൾ നിസ്സാരമായ വ്യക്തിത്വങ്ങളുടെ ഉടമയല്ല എന്നതും അവർ മനസ്സിലാക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അവർ പാസ്റ്റ് എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങൾ എത്രത്തോളം സ്നേഹം കൊടുത്തിരുന്നു, അത് അവർ റിജക്റ്റ് ചെയ്തതും എല്ലാം അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ അബദ്ധമായി പോയി എന്നും നിങ്ങൾ നൽകിയ സ്നേഹത്തെ ഈ പേഴ്സൺ പലവട്ടം റിജക്റ്റ് ചെയ്യുകയും പലവട്ടം നിങ്ങൾക്കിടയിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻസുകൾ, നോ കോണ്ടാക്റ്റ് എനർജി ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തതൊക്കെ തന്നെയാണ് ഈ റിലേഷൻ്റെ തകർച്ചയ്ക്കുണ്ടായ കാരണം എന്നുള്ളതും ഈ പേഴ്സൺ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു എനർജി കേതു പ്രസൻസ് ആണ് കേട്ടോ. കേതു രാഹു പ്രസൻസിൻ്റെയൊക്കെ എനർജി വരുന്ന റിലേഷനിൽ വളരെ ശക്തമായ സെപ്പറേഷൻ ഉണ്ടാകും. അത് യാതൊരുവിധ സംശയവുമില്ല. ബാക്കി ഏത് എനർജികളെയും നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. കേതു രാഹു പ്രസൻസ് വരുന്ന എല്ലാ ബന്ധങ്ങളിലും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ ഒരു സമയമാണ് അൺസാറ്റിസ്ഫാക്ഷൻ, അസംതൃപ്തി തോന്നുക, മടുപ്പ് തോന്നുക, റിജക്റ്റ് ചെയ്യാനുള്ള ഫീലിങ്സ് തോന്നുക. ഇതൊരു ഭാരമാണ്, ഇത് വേണ്ടാത്ത എന്തോന്നിനെ എടുത്ത് തലയിൽ വെച്ചു എന്നുള്ള ചിന്തകൾ വരിക. അതൊക്കെ നിങ്ങളിൽ ഒരു വ്യക്തിയിൽ എന്തായാലും ക്രിയേറ്റ് ചെയ്യപ്പെടും. ഈഗോ എനർജി, പെട്ടെന്ന് മെച്യൂരിറ്റിയോട് കൂടിയും കാര്യഗൗരവത്തോടു കൂടി സിറ്റുവേഷൻസിനെ കാണാൻ തോന്നുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഇതെനിക്ക് മാച്ചിങ് ആയ ഒരു കാര്യമല്ല, ഇതെനിക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളൊരു മടുപ്പൊക്കെ തോന്നുന്നതെല്ലാം ഈ ഒരു എനർജിയിലേക്ക്, ചില ബന്ധങ്ങളിലേക്ക് കേതു രാഹു പ്രസൻസിൻ്റെ എനർജി വരുമ്പം സംഭവിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് കേട്ടോ. എന്താണെങ്കിലും റിലേഷനിൽ ഒരു തകർച്ചയുടെ കാരണം റിജക്ഷനാണ്. ഒരു വ്യക്തി മാത്രം ഇതിനകത്ത് പൂർണ്ണതയോടുകൂടി നിന്നു, മറ്റൊരാൾ ഇതിൽ നിന്നും പിന്മാറി നിന്നു എന്നുള്ളത് തന്നെയാണ് എന്നത് ആ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ആരോടൊക്കെയോ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. വളരെ രഹസ്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. അവരുടെ ഉള്ളിൽ ഒരുപാട് ചിന്തകൾ കടന്നു പോകുന്നുണ്ട്. തെറ്റും ശരിയുമായ ചില സാഹചര്യങ്ങൾ, കഴിഞ്ഞുപോയ സമയത്തുണ്ടായ പ്രശ്നങ്ങൾ, അതായത് നിങ്ങൾക്കൊരു വാല്യൂ നൽകണമായിരുന്നു, നിങ്ങളെ ഒരു പ്രാധാന്യം, അതായത് നിങ്ങളെ വെറുതെ അങ്ങ് വിട്ട് കളയേണ്ട ഒരു സിറ്റുവേഷൻസ് അല്ലായിരുന്നു എന്നതും ആ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. ശരിക്കും കൈവെള്ളയിൽ ചേർത്ത് പിടിക്കേണ്ട, ഹൃദയത്തോട് ചേർത്ത് നിർത്തേണ്ട ഒരു ബന്ധം തന്നെ ആയിരുന്നു, ഭാഗ്യമായിരുന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. എന്താണെങ്കിലും അവർ മുന്നോട്ടേക്ക് പോകുന്നുണ്ടെങ്കിലും നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ഫ്യൂച്ചർ പ്ലാനിങ്, ഒരു എന്താ പറയുക, സെക്കൻഡ് ചാൻസ് എനർജിയുടെ പ്രസൻസ് സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ചെയ്യുന്നുണ്ട്. വളരെ ഡിസിപ്ലിനോട് കൂടി, വളരെയധികം കൺട്രോളോട് കൂടി അവർ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. എന്താണേലും സ്റ്റിൽ വെയിറ്റിംഗ് ആണ് കേട്ടോ. നിങ്ങളിൽ തന്നെ ഫോക്കസ്ഡ് ആണ്, നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മയിൽ തന്നെയാണ് ആ പേഴ്സൺ നിൽക്കുന്നത്. ഏത് വെല്ലുവിളികളാണെങ്കിലും എന്ത് പ്രശ്നമാണെങ്കിലും അതിനെ മറികടന്നൊരു സക്സസ്സിലേക്ക് എത്താൻ പറ്റുകയാണെങ്കിൽ എത്തിക്കണമെന്നുള്ളൊരു ചിന്തയും ഈ വ്യക്തിയുടെ മനസ്സിനകത്ത് സ്ട്രോങ് ആയിട്ടുണ്ട് കേട്ടോ. 7 സോഴ്സ് എനർജി വീണ്ടും വന്നിട്ടുണ്ട്. ഇതിനകത്തൊരു എനർജി, നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് ഉണ്ട്. അതായത് നിങ്ങളുടെ കാത്തിരിപ്പെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് നിങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നതൊരു തടസ്സം പോലെയാണ്. നിങ്ങൾ എത്രത്തോളം ആ വ്യക്തിയെ പ്രഷ്യസ് ആയിട്ട് കാണുന്നു, എത്രത്തോളം ആ വ്യക്തിയെ നിങ്ങൾ ചേർത്ത് പിടിക്കുന്നുവോ അത്രത്തോളം ആ പേഴ്സൺ അകന്നകന്നു പോകുകയാണ് ചെയ്തതായിട്ട് കാണുന്നത്. അതായത് ആ വ്യക്തിയുടെ ചില നേട്ടങ്ങളിലേക്ക് ആ വ്യക്തി ഫോക്കസ് ചെയ്തു. പേര്, പ്രശസ്തി, കരിയർ മേഖല, ഫിനാൻഷ്യൽ,
അല്ലെങ്കിൽ ആ വ്യക്തിയുടേതാകുന്ന ചില ഇഷ്ടങ്ങൾ മറ്റ് ചില ബന്ധങ്ങളിലേക്കായാലും കൂടുതൽ ഫോക്കസ് ചെയ്തു. നിങ്ങളുമായിട്ട് ആ വ്യക്തിക്ക് ഒരു രീതിയിലും ഇണങ്ങിച്ചേർന്ന് നിൽക്കാൻ പറ്റാതെ പോയ സാഹചര്യമാണ് കാണുന്നത് കേട്ടോ. ചിലരുടെ എനർജിയിലേക്കൊക്കെ നോക്കുമ്പോൾ അവർക്ക് ഒറ്റപ്പെട്ട് നിൽക്കാനായിട്ട് മറ്റൊരാളെയും കൂടി ലൈഫിലേക്ക് ചേർത്ത് നിർത്തുക, ഒന്നിലധികം വ്യക്തികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനോട് ഒരു ഇറിറ്റേഷൻ ഫീലിങ്സ് ഉണ്ടായിരുന്നതായിട്ടും കാണുന്നുണ്ട്. അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, കേതു എനർജി പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ട് നിന്നതുകൊണ്ട് സംഭവിച്ചതാണ് കേട്ടോ. ശരിക്കും ഈ ഒരു റിലേഷനിൽ കേതു ശരിക്കും നിങ്ങളുടെ റിലേഷനെ ബാധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് പൂർണ്ണത എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ, ശരി എന്താണ് എന്നും എവിടെയാണ് ശരിക്കും നിന്നാൽ സക്സസ് എന്നുള്ളതിനെല്ലാം മാച്ച് കളയുന്ന രീതിയിൽ, ഡാർക്കാക്കി കളയുന്ന രീതിയിൽ ഒരു എനർജി നിൽപ്പുണ്ടായിരുന്നു. എന്താണെങ്കിലും ന്യൂ ബിഗിനിങ് എനർജി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇനി അത് ശരിയാകുമോ, എല്ലാം അനുകൂലമായിട്ട് വരുമോ എന്നുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ അവർ പാസ്റ്റിൽ ചെയ്തു പോയ, പറഞ്ഞു പോയ, പ്രവർത്തിച്ച ചില കാര്യങ്ങളെ കണക്റ്റ് ചെയ്ത് നോക്കുമ്പം അവർക്കൊരു വിശ്വാസക്കേട് തോന്നിക്കുന്നുണ്ട്. ഇത് എത്തിച്ചേരുമോ, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എന്നിലേക്ക് വരാൻ യോഗ്യതയുണ്ടോ, സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റിയൊക്കെ അനുഭവിക്കുന്നുണ്ട് കേട്ടോ. ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയൊക്കെ അവർ കടന്നു പോകുന്നുണ്ട്. പക്ഷേ നിങ്ങളെ വളരെ പ്രഷ്യസ് ആയിട്ട് ഒരു മദർഹുഡ് എനർജിയുടെ പ്രസൻസ്, അതായത് വിശ്വാസത്തോടു കൂടി ചേർന്ന് നിൽക്കാൻ പറ്റിയ ഒരിടം നിങ്ങളായിരുന്നു എന്നത് അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. എന്താ പറയുക, ടു ഫേസ് എനർജി, അല്ലെങ്കിൽ രണ്ട് സാഹചര്യങ്ങളുണ്ട്. കൺഫ്യൂസ്ഡ് ആണ്, രണ്ട് സിറ്റുവേഷൻസിലാണ്. ഒരു കറക്റ്റ് ക്ലാരിറ്റിയിലേക്ക് വന്നിട്ടില്ല ഫ്യൂച്ചർ പ്ലാനിങ്ങിലേക്ക് നോക്കുമ്പോൾ കേട്ടോ. എന്താണേലും പ്രഷ്യസ് ആയിട്ട് തന്നെ ഈ റിലേഷനിൽ തീരും. പിന്നെ ബന്ധം കർമ്മയുണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞില്ലേ, കർമ്മയുള്ള റിലേഷനാണ്. തടസ്സങ്ങളും കോൺഫ്ലിക്റ്റുകളും ഫൈറ്റിങ്ങുകളൊക്കെ കടന്ന് ക്ഷമയോടുകൂടി മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റിലേഷനിൽ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കപ്പെടുക എന്നുള്ളൊരു സാഹചര്യമാണ് വേണ്ടത്. അപ്പം ആ ഒരു എനർജിയുടെ പ്രസൻസ് ആണ് കേട്ടോ നമുക്ക് ഫ്യൂച്ചർ പ്ലാനിങ് നോക്കിയിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങിനെ നമുക്ക് പൂർണ്ണതയോടുകൂടി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് നല്ലൊരു ഉറപ്പ് നൽകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ഇതുവരെ ഈ ഒരു റിലേഷനിൽ കണക്റ്റഡ് ആയിട്ടില്ല. പ്രാർത്ഥിക്കുക, അഫർമേഷൻസ് എഴുതുക, റൈറ്റ് ഹീലിംഗ് ചെയ്യുക. നിങ്ങൾ ഹീലാവുക കേട്ടോ. ഹീലാവുന്ന അനുസരിച്ച് എനർജിക്ക് മാറ്റം വന്നു തുടങ്ങിക്കോളൂ കേട്ടോ.